പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഈശോയുടെ കൂടെ ഗെത്സമനിയിലേക്ക് പോകാം. അല്പസമയം ഈശോയുടെ കൂടെ ഗെത്സമനിയിലായിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:38 നമ്മളിങ്ങനെ വായിക്കുക. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. തീവ്രമായ വേദന അനുഭവിക്കുന്ന, മരണതുല്യമായ ദുഃഖം അനുഭവിക്കുന്ന ഈശോയുടെ ആ നിമിഷം അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അതായത് അതിശക്തമായ തീവ്രമായ വേദനയിലൂടെ ഈശോ കടന്നു പോകുമ്പോഴും ഈശോ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവന്റെ വിയർപ്പ് തുള്ളികളെ രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു എന്ന് വചനം പറയും. അങ്ങനെ രക്തം വിയർത്ത് അതിശക്തമായ ആന്തരിക വേദനകൾ അനുഭവിക്കുന്ന ഈശോയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അനന്തരം അവൻ ശിഷ്യരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ സാധിക്കുന്നില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തീവ്രമായ ദുഃഖത്തിന്റെ നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ കൂടെ ഇരിക്കാൻ, ഉണർന്നിരിക്കാൻ ഈശോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോ കൂടെ കൊണ്ടുപോവുക. എന്നാൽ അവർക്ക് ഉണർന്നിരിക്കാൻ പറ്റുന്നില്ല, ഈശോയുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ ഉറങ്ങിപ്പോയി. ഈശോയുടെ വേദന അവരറിയുന്നില്ല. ശാരീരികമായോ മാനസികമായോ ഒക്കെ നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, തകർന്നു പോകുന്ന നിമിഷത്തില് നമ്മുടെ അടുത്തിരിക്കാൻ ആളുണ്ടെങ്കിൽ, കൂടെ ഇരിക്കാൻ ആളുണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ആ നിമിഷത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളെ ഒന്ന് ശക്തിപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തോ ഒരു ആശ്വാസമാണ്. അതുപോലെയുള്ള ഒരു ആശ്വാസമാണ്, അതുപോലെയുള്ള ഒരു സാന്നിധ്യമാണ് ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ അവർക്ക് ഈശോയെ, ആ വേദന അനുഭവിക്കുന്ന ഈശോയെ, പീഡ അനുഭവിക്കുന്ന ഈശോയുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും വേദനകളും തേങ്ങലുകളും മനസ്സിലാക്കാൻ പറ്റാതെ അവർ സുഖനിദ്രയിൽ ആണ്ടുപോകുകയാണ്. എന്നാൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന്. അതായത് എന്താണ് ഈ പ്രലോഭനം? ഈശോയെ തള്ളിപ്പറയാനും, ഈശോയെ വിട്ടിട്ട് പോകാനും, ഈശോയിൽ നിന്ന് അകന്നു പോകാനും, ഈശോയെ ഉപേക്ഷിച്ചു പോകാനും ഒക്കെയുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ അവരുടെ മുൻപിലുണ്ട് എന്നുള്ളത് ഈശോ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല, ഞാൻ അവനെ അറിയുകയില്ല എന്ന് ആ പത്രോസിന് പറയേണ്ടതായിട്ട് വന്നു. ഇതുപോലെ എല്ലാ തിന്മകളും നമ്മളെ വേട്ടയാടാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയിൽ നകന്നു പോകാതെ ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള ശക്തിയും കൃപാവരവും നമുക്ക് പ്രാർത്ഥനയിലൂടെ നേടാം. ആമേൻ. ഹല്ലേലൂയ.